എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. റംസാർ തണ്ണീർത്തട പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പുതിയ തണ്ണീർത്തടങ്ങളാണ് ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്, ഗച്ചയോ പാൽരി തണ്ണീർത്തടം സിക്കിം, ഉദുവ തടാകം ജാർഖണ്ഡ്. റംസാർ തണ്ണീർത്തട പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പുതിയ തണ്ണീർത്തടങ്ങൾ ശക്കരക്കോട്ടെ പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം രണ്ടും തമിഴ്നാട്ടിലാണ്. ഗച്ചയോ പാൽരി തണ്ണീർത്തടം സിക്കിം, ഉദുവ തടാകം ജാർഖണ്ഡ്. ഇനി നേരത്തെ പറഞ്ഞു 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണെന്ന്. ഇനി ബജറ്റിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന. ബജറ്റിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന. അതുപോലെ മറ്റൊരു പദ്ധതി മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ്. മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ്. തുവരപ്പരിപ്പ്, ഉഴുന്ന്, മസൂർ ദാൽ എന്നിവയുടെ ഉൽപ്പാദന വർധനവിനുള്ള പദ്ധതിയാണ് മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ്. മറ്റൊന്ന് നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്. ഉയർന്ന വിളവ് ലഭിക്കുന്ന വിത്തുകളുടെ വികസനത്തിനുള്ള പദ്ധതിയാണ് നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡ് സീഡ്. പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന ഉണ്ട്, മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ് ഉണ്ട്, നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്. ഇനി ബജറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം പ്രതിരോധ മേഖലയ്ക്കാണ്. ഇനി ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്നത് ഭൂട്ടാനാണ്. 2150 കോടിയാണ് സഹായം നൽകുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. 2025 തീം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. രാജ്യത്തിൻ്റെ വികസന യാത്രാവാഹനത്തിന് 4 എഞ്ചിനുകളുണ്ട് എന്ന് പറഞ്ഞത് നിർമ്മല സീതാരാമനാണ്. ആ 4 എഞ്ചിനുകൾ കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, നിക്ഷേപം, കയറ്റുമതി. ഇതാണ് ആ 4 എഞ്ചിനുകൾ: കൃഷി, വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമൻ. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനാണ് ചെറുവയൽ രാമൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള. റിവർ അന്ധത എന്നറിയപ്പെടുന്ന രോഗമാണ് ഓങ്കോസെർസിയസിസ്. റിവർ അന്ധത എന്നറിയപ്പെടുന്നത് ഓങ്കോസെർസിയസിസ്. ഓങ്കോസെർസിയസിസ് ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. 2025 പ്രമേയം യുണൈറ്റഡ് ബൈ യൂണിറ്റ്. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. 2025 അണ്ടർ-19 വനിതാ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്കാണ്. പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി UN മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദിയാണ് ഇബ്ക. ഇബ്ക എന്നതിൻ്റെ മുഴുവൻ പേര് ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലിയൻസ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി UN മാതൃകയിൽ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദിയാണ് ഇബ്ക, ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലിയൻസ്. ഇതുവരെ ഇബ്കയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നിക്കരാഗ്വ, എസ്വാറ്റിനി, സൊമാലിയ, ലൈബീരിയ. ഇബ്കയുടെ പരിധിയിൽ വരുന്ന വന്യജീവികൾ കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വാർ, പ്യൂമ. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വാർ, പ്യൂമ.
കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഇനി വിജയ് ദുർഗ് എന്ന് പറയുന്ന ആസ്ഥാനത്തിൻ്റെ ഒരു കവാടമായ സെൻറ്റ് ജോർജ് കവാടത്തിൻ്റെ പുതിയ പേര് ശിവജി കവാടം. സെൻറ്റ് ജോർജ് കവാടത്തിൻ്റെ പുതിയ പേര് ശിവജി കവാടം. ഉള്ളിലെ കെട്ടിടങ്ങളിലൊന്നായ കിച്ച്നർ ഹൗസിൻ്റെ പുതിയ പേര് മനേക്ഷാ ഹൗസ്. കിച്ച്നർ ഹൗസിൻ്റെ പുതിയ പേര് മനേക്ഷാ ഹൗസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത്തെ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണമാണ്. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് മുൻ ISRO ചെയർമാനായ ഡോക്ടർ S. സോമനാഥാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ഡോക്ടർ S. സോമനാഥിന്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ മലയാളി ശാസ്ത്രജ്ഞനും 1985 രസതന്ത്ര നൊബേൽ പുരസ്കാര ജൂറി അംഗവുമായിരുന്ന വ്യക്തി ഇടവൂർ മഠത്തിൽ ഡോക്ടർ മാധവ ഭട്ടതിരി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ മലയാളി ശാസ്ത്രജ്ഞനും 1985 രസതന്ത്ര നൊബേൽ പുരസ്കാര ജൂറി അംഗവുമായിരുന്ന വ്യക്തിയാണ് ഇടവൂർ മഠത്തിൽ ഡോക്ടർ മാധവൻ ഭട്ടതിരി. 38ാമത് ദേശീയ ഗെയിംസിലെ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ്. 121 മെഡലുകളാണ്. 38ാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാർ സർവീസസ് 121 മെഡലുകൾ. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന. കേരളത്തിൻ്റെ സ്ഥാനം 14ആണ്. 54 മെഡലുകളാണ് കേരളത്തിന് ആകെ ലഭിച്ചത്. അതിൽ 13 സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത്. 2027 ദേശീയ ഗെയിംസ് വേദി മേഘാലയയാണ്. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. കുരങ്ങുപനി ബാധിതർക്ക് ചികിത്സ സൗജന്യമാക്കിയ സംസ്ഥാനം കർണാടക. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘാംഗമായി നിയമിക്കപ്പെട്ട മലയാളി സൗമ്യ രാജേശ്വരൻ നായർ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘാംഗമായി നിയമിക്കപ്പെട്ട മലയാളി സൗമ്യ രാജേശ്വരൻ നായർ. ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ബംഗളൂരുവിൽ പ്രവർത്തനമാരംഭിച്ച ഗൂഗിളിൻ്റെ പുതിയ ക്യാമ്പസാണ് അനന്ത. കാർഷിക സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി കൃഷിവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് കതിർ ആപ്പ്. അലോപ്പതിയും പരമ്പരാഗത ചികിത്സാരീതികളും സമന്വയിപ്പിക്കുന്ന ചികിത്സാ കേന്ദ്രം നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്രയിലാണ്. ചികിത്സാ കേന്ദ്രം അറിയപ്പെടുന്ന പേര് തുല എന്നാണ്. പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് മുൻ RBI ഗവർണറായിരുന്ന ശക്തികാന്ത ദാസാണ്. പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് സാഹിത്യ നിരൂപകൻ KP ശങ്കരനാണ്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. കഥക് കലാകാരനാണ് അദ്ദേഹം. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10 പ്രമേയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രികൾച്ചറൽ സിസ്റ്റം. AI ആക്ഷൻ ഉച്ചകോടി നടന്നത് ഫ്രാൻസിലാണ്. അടുത്ത വേദി ഇന്ത്യയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് ഫ്രാൻസിൽ. അടുത്ത വേദി ഇന്ത്യ. IVFലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വായനശാലയിൽ നിന്ന് പുസ്തകം വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് വീട്ടിലേക്ക് ഒരു പുസ്തകം.
ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹരായ മലയാളികൾ രേഷ്മ കൃഷ്ണനും KM ആര്യയും. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. സമുദ്രയാൻ പദ്ധതിക്ക് നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000. സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ. സമുദ്രയാൻ പദ്ധതിക്ക് നിർമ്മിച്ച അന്തർവാഹിനി മത്സ്യ 6000. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച കൈത്തറി കലാകാരൻ തസര വാസുദേവൻ. പശു, എരുമ എന്നിവ ഉൾപ്പെടെയുള്ള കന്നുകാലികൾക്കും അവയെ വളർത്തുന്ന കർഷകർക്കും പരിരക്ഷ നൽകുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി NLM. പശു, എരുമ എന്നിവ ഉൾപ്പെടെയുള്ള കന്നുകാലികൾക്കും അവയെ വളർത്തുന്ന കർഷകർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാർ പദ്ധതി, അതാണ് ഗോസമൃദ്ധി NLM. അർബുദകോശങ്ങളുടെ പെരുകൽ ജനിതകരഹസ്യം കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യൻ. ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് NPROUD.